മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇഷ്ടമാകുമോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് ഇത് അറിയുമായിരുന്നോ എന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം ഇൻഷാ അല്ലാഹ്. എന്താണ് പറയുന്നത് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒന്നാമതായിക്കൊണ്ട് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മന്നാൻ. മന്നാൻ എന്ന ഇനത്തിൽപ്പെടുന്ന ആളുകൾ, മന്നാൻ എന്നൊരു സ്വഭാവം ഉള്ള ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്താണ് മന്നാൻ എന്ന സ്വഭാവം എന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്തു കൊടുത്ത ഗുണങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു പറയുക. നമ്മൾ ചെയ്തു കൊടുത്ത ഗുണങ്ങൾ ഉണ്ടാവുമല്ലോ, മറ്റുള്ളവർക്ക് ചെയ്തത്, പള്ളിയിലേക്ക്, മദ്രസയിലേക്ക്, പൊതുസമൂഹത്തിലേക്ക്, ജനങ്ങളിലേക്ക്, മുഅ്മിനീങ്ങൾക്കൊക്കെ ചെയ്തു കൊടുത്ത ഗുണങ്ങൾ അതിങ്ങനെ ആവശ്യമില്ല ഉള്ള ഘട്ടങ്ങളിലും ആവശ്യമില്ലാത്ത ഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുക. ഞാൻ ഇന്നത് ഇന്നയാൾക്ക് ചെയ്തു കൊടുത്തു, ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ എടുത്തു പറയുന്ന സ്വഭാവമുള്ള ആളുകൾ, അങ്ങനത്തെ സ്വഭാവം നമ്മിൽ ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങനെ ഉണ്ടായാൽ അത്തരക്കാരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, സൂക്ഷിക്കണമെന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അത്തരം സ്വഭാവം നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ വേറെ ഒരു കൂട്ടര് വല ആഖിൽ, ആഖിൽ എന്ന് പറഞ്ഞ സ്വഭാവമുള്ളവരും. ആഖിൽ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകൾ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന, മാതാപിതാക്കളോട് വെറുപ്പ് കാണിക്കുന്ന ആളുകൾ, അവരുടെ വെറുപ്പ് സമ്പാദിക്കുന്ന ആളുകൾ, അവരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ മാതാപിതാക്കളുടെ വെറുപ്പ് സമ്പാദിക്കുന്ന സ്വഭാവമുള്ള ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും ഹദീസിന്റെ ബാക്കിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വലാ മുദ്മിനു ഖംദിൻ, നിത്യേന കള്ള് കുടിക്കുന്ന ആളുകൾ, നിത്യേന കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കള്ള്, മദ്യപാനി, നിത്യേന മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന മദ്യപാനികളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ചെറിയ ഹദീസാണ് ഈ പറഞ്ഞത്. അപ്പൊ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു? മൂന്ന് പേരെ പറഞ്ഞു. ഒന്നാമതായിക്കൊണ്ട് മന്നാൻ എന്ന് പറഞ്ഞാൽ അവൻ എടുത്ത് പറയുന്ന, ചെയ്തു കൊടുത്ത ഗുണങ്ങളൊക്കെ എടുത്തു പറയുന്ന ആള്. ആഖിൻ എന്ന് പറഞ്ഞാല് മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആള്, മാതാപിതാക്കൾ വെറുപ്പിക്കുന്ന മക്കള്. അതുപോലെ മൂന്നാമതായിക്കൊണ്ട് പറഞ്ഞത് വലാ മുദ്മിനു ഖംദിൻ, ഖംർ കുടിക്കുന്ന ആള്, കള്ള് നിത്യമായി കുടിക്കുന്ന ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള സ്വർഗപ്രവേശനം ലഭിക്കാത്തവരുടെ കൂട്ടത്തിൽ നമ്മെ പെടാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.